നിലവിലെ വയനാട്ടിലെ മഴ ലഭ്യത ഒന്ന് പരിശോധിക്കാം. മുജീബ് റഹ്മാൻ ചേരുകയാണ്. മുജീബ്, ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ അതിതീവ്ര മഴയാണ് അവിടെ ഒരു കാരണമായി പറയപ്പെടുന്നത്. ഒരു കുറഞ്ഞ സമയത്തിനകം വൻതോതിൽ മഴ ലഭിച്ചു എന്നുള്ളതാണ് അവിടെ ഈ വലിയ തോതിലുള്ളൊരു മണ്ണിടിച്ചിലിന് കാരണമായിട്ടുള്ളത്. നേരത്തെയും വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലുകളിൽ ഈ തരത്തിൽ തന്നെയാണ് അത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വയനാട്ടിലെ അതിതീവ്ര മഴ, പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ഭൂപ്രകൃതി വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും വലിയ അപകടങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് നയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മണ്ണിടിച്ചിലുണ്ടായ കള്ളാടിയിലെ അല്ലെങ്കിൽ മീനാക്ഷി പാലത്തിന് സമീപമുള്ള ആ പ്രദേശത്തെ അവിടെ ലഭിച്ച മഴ, അതിശക്തമായ മഴയാണ് അവിടെ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ വയനാട്ടിലെ മഴയുടെ ഒരു ലഭ്യതയെ സംബന്ധിച്ചുള്ള ഒരു മാപ്പാണ് നമ്മൾ കാണുന്നത്. ഹ്യൂം സെൻറ്റർ ഫോർ ഇക്കോളജി ആണ് ഇത് പുറത്തുവിട്ടിട്ടുള്ളത്. ഈ മാപ്പ് അനുസരിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു ഭാഗത്ത്, അതായത് തവിഞ്ഞാൽ, തൊണ്ടർനാട്, അതുപോലെ പടിഞ്ഞാറത്തറ, വൈത്തിരി, മേപ്പാടി പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ മേപ്പാടി പഞ്ചായത്തിലെ എലിമ്പിലേരി ഭാഗത്ത് ലഭിച്ച മഴ 221 മില്ലിമീറ്റർ മഴയാണ് എലിമ്പിലേരി ഭാഗത്ത് മാത്രം ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ ആ സമയത്ത് ലഭിച്ചിട്ടുള്ളത്. അതോട് തൊട്ടടുത്ത് നിൽക്കുന്ന പ്രദേശമാണ് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന കള്ളാടി പ്രദേശം. അവിടെയാണ് ഇങ്ങനൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു മാപ്പ് നോക്കുമ്പോൾ നമുക്ക് വയനാട്ടിൽ ഉടനീളം മഴയാണെന്നോ അല്ലെങ്കിൽ എല്ലായിടത്തും അപകടകരമായ സാഹചര്യമാണോ എന്ന് പറയാൻ സാധിക്കില്ല. പലയിടങ്ങളിലും, പ്രത്യേകിച്ച് ഈ മുള്ളംകൊല്ലി, സുൽത്താൻ ബത്തേരി പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വളരെ സുരക്ഷിതമാണ്. വലിയ തോതിലുള്ള മഴ അവിടെ ഇല്ല. അതേസമയം തൊണ്ടർനാട്, പടിഞ്ഞാറത്തറ, വൈത്തിരി, മേപ്പാടി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ, തവിഞ്ഞാൽ പഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള മഴ ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴ മേഖല തിരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് തൊണ്ടർനാടും അതുപോലെ തന്നെ മേപ്പാടിയുമാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്. അത് 24 മണിക്കൂറിനകം വലിയ തോതിലുള്ളൊരു മഴ അവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ എൽനിനോ പ്രതിഭാസം കാരണം കഴിഞ്ഞ വർഷം ലഭിച്ച, ഇതേ കാലയളവിൽ ലഭിച്ച അത്രയും മഴ യഥാർത്ഥത്തിൽ കേരളത്തിൽ തന്നെ ഈ തവണ ലഭിച്ചിട്ടില്ല. വയനാട്ടിലും ആ രീതിയിൽ വ്യാപകമായ മഴ ഉണ്ടായിട്ടില്ല. അതേസമയം കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്ത് കൂടുതലായിട്ട് മഴ പെയ്തു എന്നുള്ളതാണ് അവിടെ അപകടകരമായ സാഹചര്യത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ഓരോ പ്രദേശത്തെയും 25 സ്ക്വയർ കിലോമീറ്റർ തിരിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തും പെയ്യുന്ന മഴയെ അളക്കുന്ന ഒരു രീതി, ഗ്രിഡ് അടിസ്ഥാനത്തിൽ മഴ ലഭ്യതയെ അളക്കാനുള്ള മാപിനികൾ ഇപ്പോഴുണ്ട്. വയനാട് ജില്ലയിൽ അങ്ങനെ കഴിഞ്ഞ ദിവസം, അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ ആ സമയം ഗ്രിഡ് അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന മഴയുടെ ലഭ്യതയെ സംബന്ധിച്ചുള്ള ഒരു വിവരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെയും തൊണ്ടർനാട്, പടിഞ്ഞാറത്തറ, അതുപോലെ തന്നെ പൊഴുതന, മേപ്പാടി പഞ്ചായത്തുകളിലാണ് അതിതീവ്രമായ മഴ ആ സമയങ്ങളിൽ ലഭിച്ചിട്ടുള്ളത്. ശരാശരി മഴയുടെ അളവ് ഏതാണ്ട് 200 മില്ലി വരെ ലഭിച്ച സ്ഥലങ്ങൾ ആ ഘട്ടങ്ങളിലുണ്ട്. അത് വലിയ തരത്തിലുള്ള അപകടത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ വയനാട്ടിലെ മഴയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് മേപ്പാടി ഭാഗത്തല്ല മഴ ലഭിച്ചിരിക്കുന്നത്, മറിച്ച് കുഞ്ഞോം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്. തവിഞ്ഞാൽ, തൊണ്ടർനാട്, പടിഞ്ഞാറത്തറ, മേപ്പാടി ഭാഗങ്ങളിൽ നിന്നും കാര്യമായ മഴ ലഭിച്ചിട്ടുണ്ട്. കുഞ്ഞോം ഭാഗത്ത് 163 മില്ലിമീറ്റർ മഴയാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. വയനാട് ജില്ലയുടെ പല പ്രദേശങ്ങളിലും ഇങ്ങനെ മാറി മാറി മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഈ അപകടമുണ്ടായ പ്രദേശത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് ചെമ്പ്ര മലയുടെയും അതുപോലെ തന്നെ അരുണമല, അതുപോലെ വെള്ളരിമല എന്നീ മലകളുടെ താഴ്വാരത്തായാണ് ഈ പ്രദേശം നിലകൊള്ളുന്നത്. വളരെ അതിലോലമായ, പരിസ്ഥിതി ലോലമായ ഒരു പ്രദേശമായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുക. ആ പ്രദേശങ്ങളിൽ ഇന്നും മഴയുണ്ട്, പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അത്ര മഴ അവിടെ കാണാൻ സാധിക്കുന്നില്ല.